പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ നൽകിയാൽ നടപടി സ്വീകരിക്കാം എന്ന പാകിസ്ഥാന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമാധാനത്തിനായി ഒരു അവസരം കൂടി നൽകൂ എന്ന അഭ്യർത്ഥനയുമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇന്ത്യ കൃത്യമായ തെളിവുകൾ നൽകിയാൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നായിരുന്നു ആദ്യം അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ മോദി പറഞ്ഞത് ഇങ്ങനെയാണ്: താങ്കൾ തീർച്ചയായും ഒരു പഠാന്റെ മകനാണെങ്കിൽ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സമാധാനത്തിനായി ഒരു അവസരം കൂടി തരൂ എന്നുള്ളൊരു ആവശ്യവുമായി ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയത്ത് അഭിനന്ദിക്കാനായി വിളിച്ച മോദി ദാരിദ്ര്യത്തിനും നിരക്ഷതയ്ക്കുമെതിരായി നമുക്ക് ഒന്നിച്ചു പോരാടാം എന്ന് ആശംസിച്ചിരുന്നു. താൻ ഒരു പഠാന്റെ മകനാണെന്നും സത്യത്തിൽ കുറച്ചു നിന്ന് മാത്രമേ താൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ എന്നായിരുന്നു അപ്പോൾ ഇമ്രാൻഖാന്റെ പ്രതികരണം. ഈ വാക്കുകൾ ഓർത്തെടുത്താണ് മോദി കഴിഞ്ഞ ദിവസം ഈ പരാമർശം നടത്തിയത്. ഇറാനിൽ വേരുകളുള്ള പഠാൻ സമുദായക്കാർ ആത്മാഭിമാനത്തിനും കുലീനതയ്ക്കും പേരുകേട്ടവരാണെന്നാണ് അറിയപ്പെടുന്നത്. ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരായ വികാരം രൂപപ്പെടുകയാണെന്നും പുൽവാമ ആക്രമണത്തിന് കാരണക്കാർ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടുമായി തങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നും രാജസ്ഥാനിൽ നടന്ന റാലിയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കണക്കുകൾ ഇത്തവണ തീർക്കുക തന്നെ ചെയ്യും. ഏറെ മാറിയ ഇന്ത്യയാണ് ഇത്. ഈ വേദന തങ്ങൾ സഹിക്കുകയില്ല എന്നും ഭീകരവാദത്തെ എങ്ങനെ തകർക്കണം എന്ന് ഞങ്ങൾക്ക് അറിയാമെന്നും മോദി റാലിയിൽ പറഞ്ഞിരുന്നു. പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ഇന്ത്യ നൽകിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നായിരുന്നു നേരത്തെ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാട്. എന്നാൽ ഈ സംഭവത്തിന് ഉത്തരവാദികളായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും തലവൻ മസൂദ് അസറും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇന്ത്യക്ക് അറിയാം. ഇത് തന്നെ നടപടിയെടുക്കാൻ ആവശ്യമായ തെളിവാണെന്നും ഇന്ത്യ മറുപടി നൽകിയിരുന്നു. മുംബൈ പത്താൻകോട്ട് ഭീകരാക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യ ആവശ്യമായ തെളിവുകൾ നൽകിയിട്ടും പാകിസ്ഥാൻ ഒരു നടപടിയും എടുത്തിരുന്നില്ല. ഇതിനെയും ഇന്ത്യ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഒരു അവസരം കൂടി തങ്ങൾക്ക് നൽകൂ എന്ന ആവശ്യവുമായി ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനും ചൈനയ്ക്കും ബദലായി ഇന്ത്യ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്ന ചബഹർ തുറമുഖം യാഥാർത്ഥ്യമായി. ഇതോടെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള എല്ലാ ഇടപെടലുകളും ഇനി ഇന്ത്യക്ക് പാകിസ്ഥാനെ ആശ്രയിക്കാതെ സ്വന്തമായി നടത്താം. ചബഹർ തുറമുഖത്തേക്ക് ചരക്ക് വാഹന വ്യൂഹം യാത്ര പുറപ്പെടുകയും ചെയ്തു. അഫ്ഗാൻ പ്രസിഡന്റ് ഷറഫ് ഖാനി ഇതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ 23 ട്രക്കുകളിലായി 57 ടൺ ചരക്ക് സാധനങ്ങളാണ് ഇറാനിലേക്ക് കയറ്റി അയച്ചത്. കാബൂളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി വിനയ് കുമാറും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിരിക്കെയാണ് അഫ്ഗാനിലേക്ക് ഇന്ത്യയുടെ സൗഹൃദ പാത എന്നതും ഇവിടെ ശ്രദ്ധേയമാകും. ഇറാനിലും അഫ്ഗാനിലും ചുവടുറപ്പിക്കാനായതോടെ പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറും ഇന്ത്യയുടെ സ്വാധീനം ശക്തമാകും. ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടപ്പിലാക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്കുള്ള ഇന്ത്യയുടെ ശക്തമായ മറുപടി കൂടിയാണ് ചബഹർ. 2016 മെയ്യിലാണ് ചബഹർ 3 രാജ്യങ്ങളുടെയും ആവശ്യത്തിനായി തുറമുഖം വികസിപ്പിക്കാൻ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും കരാർ ഒപ്പുവെച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തുറമുഖത്തിന്റെ പ്രവർത്തനവും നിയന്ത്രണവും ഇന്ത്യക്ക് കൈമാറുന്ന കരാറിൽ ഇറാൻ ഒപ്പുവെച്ചു. ഇക്കൊല്ലം തുറമുഖം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകും. ചബഹർ തുറമുഖം വാണിജ്യ രംഗത്ത് ഇന്ത്യക്ക് വലിയ ഊർജ്ജം പകരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു.